ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നാളെ രാവിലെ അന്യഗ്രഹജീവികൾ നമ്മുടെ ലോകത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഇതൊരു സിനിമാ കഥയായിട്ട് തള്ളിക്കളയലെ, ശാസ്ത്രലോകം വരെ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നൊരു സാധ്യതയാണിത്. അപ്പോ ആ ഒരു ചിന്തയിലേക്ക് നമുക്കിന്ന് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതമൊക്കെ ഒരു നിമിഷത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് ഈയൊരു അവിശ്വസനീയമായ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് ശരിക്കും സങ്കൽപ്പിച്ചു നോക്കിയാലോ? ഒരു സാധാരണ ദിവസം നിങ്ങൾ എഴുന്നേൽക്കുന്നു, ഒരുപക്ഷേ ഒരു ചായ കുടിക്കുന്നു, പുറത്ത് കിളികളുടെ ശബ്ദം കേൾക്കുന്നു, എല്ലാം എപ്പോഴത്തെയും പോലെ തന്നെ. നിങ്ങൾ വെറുതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോഴാണ് അത് കാണുന്നത്. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്ന്, ഒരു രൂപം, നിശബ്ദമായി പക്ഷെ അതിശക്തമായി ആകാശത്ത് അങ്ങനെ നിൽക്കുന്നു. ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ലോകം മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരുപോലെ സ്തംഭിച്ചുപോകും. ശരി, നമുക്ക് ആദ്യത്തെ നിമിഷത്തിലേക്ക് വരാം. ലോകം മുഴുവൻ ഒരുമിച്ചാ ഞെട്ടിക്കുന്ന തിരിച്ചറിവിലേക്കെത്തുന്ന ആ ഒരു സെക്കൻഡ്. നിങ്ങൾ ഓടിച്ചെന്ന് TV ഓൺ ചെയ്യുന്നു. നോക്കുമ്പോൾ എല്ലാ ചാനലുകളിലും ഒരേ ഒരു വാർത്ത. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ തലക്കെട്ട് സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നു. ചരിത്രം അവിടെ രണ്ടായി പിരിയുകയാണ്. അവർ വരുന്നതിനു മുൻപുള്ള ലോകം, അവർ വന്നതിനു ശേഷമുള്ള ലോകം. ആ ഒരൊറ്റ വാർത്ത മനുഷ്യൻ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത്. നിങ്ങൾ ഫെർമി പാരഡോക്സിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രപഞ്ചം ഇത്രയും വലുതാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന ചോദ്യം. ഇപ്പൊ നമുക്ക് ഉത്തരമറിയാം. അവർ ഇവിടെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അപ്പോ ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഭൂമിയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്നതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ചോദ്യം ഇനി വെറുമൊരു തർക്കമല്ല, നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിലെ രസമെന്താണെന്ന് വെച്ചാല്, ഇത് വെറും സയൻസ് ഫിക്ഷൻ അല്ല. കാൾ സാഗനെപ്പോലുള്ള വലിയ ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ഇതേ കാര്യം പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ ജീവനുണ്ടാകാൻ സാധ്യതയുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. അവ ഡ്രേക്ക് ഇക്വേഷൻ പോലെയുള്ള കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ പറയുന്നതെന്താണെന്നറിയോ? നമ്മൾ തനിച്ചാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നാണ്. ഓക്കേ, അപ്പോ അവരെത്തി. ഇനി എന്ത്? മനുഷ്യരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അത് നമ്മളെ നേരെ രണ്ടായി വിഭജിക്കും. നമുക്കതിലേക്ക് കടക്കാം. നമ്മുടെയെല്ലാം മനസ്സിൽ ഒരേ സമയം രണ്ട് ചിന്തകൾ വരും. ഒന്നാമത്തേത് ഭയമാണ്. നമ്മുടെ ചരിത്രം നോക്കിയാൽ മതി. പുതിയ സാങ്കേതിക വിദ്യയുമായി വന്നവർ പലപ്പോഴും നാശമാണ് വിതച്ചത്. ആ പേടി ഒരു വശത്ത്. പക്ഷെ മറുവശത്ത് ഒരു വലിയ പ്രതീക്ഷ. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം. അപ്പോൾ ലോകം മുഴുവൻ ഈ ഭയത്തിനും പ്രതീക്ഷയ്ക്കും ഇടയിൽപ്പെട്ടുപോകും. അപ്പോൾ താഴെ ഭൂമിയിൽ എന്ത് സംഭവിക്കും? ഉറപ്പാണ്, എല്ലാ രാജ്യങ്ങളും അവരുടെ സൈന്യത്തെ തയ്യാറാക്കി നിർത്തും. നമ്മുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു നിമിഷത്തേക്ക് എല്ലാവരും മറക്കും. സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ പേടിച്ചു വിറങ്ങലിച്ചു പോക്കും. പക്ഷേ ശാസ്ത്രജ്ഞരും സ്വപ്നം കാണുന്നവരും അവർക്ക് ആവേശത്തിലായിരിക്കും. കാരണം ഇതാണ് അവരെ കാത്തിരുന്ന നിമിഷം. വേറെ ചിലർ പ്രാർത്ഥനയിൽ അഭയം തേടും. ഇതിനെ ദൈവികമായ എന്തോ ഒന്നായി കാണും. ഇതെല്ലാം നമ്മളെ അടുത്ത നിർണായകമായൊരു കാര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മളും അവരും തമ്മിലുള്ള ശക്തിയിലുള്ള ഭീമമായ അന്തരം. ഒന്നാലോചിച്ചു നോക്കൂ. അവർ നമ്മളെക്കാൾ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷം സാങ്കേതികമായി മുന്നിലാണെങ്കിലോ? കാർഡഷഫ് സ്കെയിൽ എന്നൊരു സംഗതിയുണ്ട്. അതനുസരിച്ച് അവരൊരു ടൈപ്പ് 2 സംസ്കാരമാണെങ്കിൽ, അതായത് അവരുടെ നക്ഷത്രത്തിന്റെ മുഴുവൻ ഊർജവും ഉപയോഗിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, നമ്മൾ അവരുടെ മുന്നിൽ വെറും ഉറുമ്പുകൾക്ക് തുല്യമായിരിക്കും. അത്രയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അണുബോംബുകൾ പോലും അവർക്കു മുന്നിൽ വെറും പടക്കം പോലെയാണെങ്കിലോ? പിന്നെ നമ്മളെങ്ങനെ പ്രതിരോധിക്കും? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതൊരു യുദ്ധമായിരിക്കില്ല, അതൊരു ഉന്മൂലനമായിരിക്കും. എല്ലാം തീരും. പക്ഷേ നമുക്ക് മറുവശം ചിന്തിക്കാം. അവരിവിടെ വന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, സഹായിക്കാനാണെങ്കിലോ? ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് തരാൻ, ദാരിദ്ര്യമില്ലാതാക്കാൻ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തരാൻ. അങ്ങനെയാണെങ്കിലോ? അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. അവരുടെ ഉദ്ദേശ്യം നല്ലതോ ചീത്തയോ ആകട്ടെ, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് മനുഷ്യരാശിയുടെ ഭാവി എന്നേക്കുമായി മാറിമറിയും. നമ്മൾ ഇന്നറിയുന്ന ഈ ലോകം അതോടെ അവസാനിക്കും. ഇതെല്ലാം നമ്മളെ അവസാനത്തെ, ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. യഥാർത്ഥ ചോദ്യം അവരെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ചാണ്. നമ്മൾ തയ്യാറാണോ? നമ്മുടെ രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും സമൂഹത്തിനും ഇത്രയും വലിയൊരു സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ?
അതോ നമ്മൾ പേടിച്ച് പരസ്പരം തല്ലി നശിക്കുമോ? മാനസികമായി നമ്മൾ ഇതിന് തയ്യാറാണോ? അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തിരിച്ചാണോ? നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ യുദ്ധങ്ങൾ, വെറുപ്പ്, നമ്മുടെ സ്വന്തം ഭൂമിയെ നശിപ്പിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ അവരാണോ നമ്മളെ ഭയപ്പെടേണ്ടത്? ഈ പ്രപഞ്ചത്തിലെ യഥാർത്ഥ അപകടകാരികൾ നമ്മളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.